ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് സെപ്റ്റംബർ 2 തിങ്കളാഴ്ച. വചന സന്ദേശം 3-ാം മണിക്കൂർ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 22-23 വാക്യങ്ങളാണ് ദൈവം ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് തന്നിരിക്കുന്നത്. അതിങ്ങനെയാണ്: അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. പ്രിയമുള്ളവരെ, ഇന്നലെ നാം കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നുമുള്ളത്. ഇന്നലെ സോദോം ഗോമോറ സ്ഥലങ്ങള് കൊള്ളയടിച്ച് ലോത്തിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയ ശത്രുക്കൾക്ക് നേരെ അബ്രാം ചെന്ന് യുദ്ധം ചെയ്തവരെ കീഴടക്കിയിട്ട് അവരുടെ സമ്പത്ത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്ന രംഗമാണ്. തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഈ യുദ്ധത്തിൽ തന്നെ സഹായിച്ച സോദോം രാജാവിന് കിട്ടിയ സമ്പത്ത് മുഴുവൻ കൊണ്ട് കാഴ്ചവെക്കുകയാണ് അബ്രാം. അപ്പം അബ്രാമിനോട് സോദോം രാജാവ് പറഞ്ഞു, ഇതെല്ലാം നീ സമ്പത്ത് മുഴുവൻ നീ കൊണ്ടുപോയിക്കൊള്ളുക, എൻ്റെ ആളുകളെ മാത്രം തിരിച്ചു തരിക. അപ്പോൾ അബ്രാം പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. നിന്റെ യാതൊന്നും ഞാൻ എടുക്കുകയില്ല, ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാൻ ഇടയാകരുതല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ സമ്പന്നരാകാൻ, അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ, അവന്റെ സമ്പത്ത് കൊണ്ട് നിറയുവാൻ അത് മാത്രം ആഗ്രഹിക്കുന്ന അബ്രാം. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ വളരെ വ്യക്തമായ ചിന്ത ഇന്ന് ദൈവം തരുന്നത്, അന്യന്റെ മുതലും അന്യന്റെ സമ്പത്തും അന്യന്റെ പലതും മോഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. ഇവിടെ കൃത്യമായും ദൈവം പറയുക, അന്യൻ്റെതൊന്നും നീ മോഹിക്കണ്ട, അതൊക്കെ അനർത്ഥമേ നിനക്ക് വരുത്തി വെക്കൂ. അന്യന്റെ വസ്തു മോഹിക്കുന്നത് നമുക്കറിയാം. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വഹിച്ചെടുത്ത ആഹാബ് രാജാവിന് സംഭവിച്ചതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നാമാന്റെ കുഷ്ഠം ഗേഹസിക്ക് വന്നു ചേർന്നത് എങ്ങനെയാണെന്നും വിവരിക്കുന്നുണ്ട്. അനർത്ഥം നമ്മുടെ കൂടെ വരും. അന്യന്റെ മുതല് നമുക്ക് അവകാശപ്പെടാത്തത് കയ്യിൽ വന്നാൽ അതിൻ്റെ കൂടെ അനർത്ഥവും നമുക്ക് അവകാശമായി കിട്ടും എന്ന് നമുക്ക് ഓർക്കാം. നമുക്ക് വളരെ ശ്രദ്ധയോടെ ജീവിക്കാം. അന്യൻ്റെതൊന്നും നമുക്ക് വേണ്ട. എൻ്റെ ദൈവം എന്നെ സമ്പന്നനാക്കാൻ മതിയായവനാണ്. അവൻ എനിക്ക് തരുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ള വലിയ ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടാകട്ടെ. നമുക്ക് അന്യൻ്റെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കടം തീർക്കാനുള്ള സമയം കൂടിയായിട്ട് ഇതിനെ എടുക്കണം. നമ്മൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ മാപ്പിരന്നുകൊണ്ട് നമുക്ക് കിട്ടിയത് ദാനമായി തിരിച്ചു കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ബലിപീഠത്തെ സമീപിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.